സിനിമ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ സിനിമയുടെ എൻ്റെ ബലം എന്ന് പറയുന്നത് എൻ്റെ ക്രൂ ആണ്. എൻ്റെ ക്രൂവിൽ ഉള്ള ഞങ്ങളുടെ സിനിമയുടെ ഭയങ്കര ബലമായ ഒരാൾ ആ സൈഡിൽ ഇരിപ്പുണ്ട്. ഈശോയെ പോലെ മുടിയേക്കോളം താടിയൊക്കെ ആയിട്ട്. പുള്ളി ഒരിക്കലും ഫ്രോളിക് ജോർജ്, പുള്ളി അതിലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ഫ്രോളിക് ഒരു സെക്കൻഡ്. അതേപോലെ എൻ്റെ സിനിമയുടെ പല ഫോറസ്റ്റ് ഷൂട്ടിന്റെ സമയങ്ങളിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ പ്രൊഡ്യൂസറുടെ ബ്രദർ വിമൽ ഡോക്ടറാണ്, ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആണ്. അഞ്ജുവിന്റെ കാല് തല്ലി ഓടിച്ചതിൽ പുള്ളിക്ക് കൈയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സർജനാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ നന്ദി പറയണം. ഒപ്പം അതെ പ്രശാന്ത് ഏട്ടന്റെ അസോസിയേറ്റ് ആണ്. എനിക്ക് പലപ്പോഴും ഇവനെ തല്ലാനുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്, വേറൊന്നും കൊണ്ടല്ല. ഇവൻ 100% പെർഫെക്ഷൻ ഉണ്ടായിട്ടേ ഷോട്ട് എടുക്കാൻ സമ്മതിക്കുള്ളൂ ക്യാമറ ഏരിയയിൽ. ചില സമയത്ത് നമുക്ക് ലൈറ്റ് പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ഇത് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് പറയാം എന്ന് പറയുമ്പോൾ ട്രോളി ഇടപെടും. ചേട്ടാ 2 മിനിറ്റ് എന്ന് പറയും. തല്ലാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ അവൻ എന്നേക്കാൾ ഹൈറ്റും ആരോഗ്യവും ഉള്ളത് കൊണ്ട് ഞാൻ തല്ലിയിട്ടില്ല. എന്തായാലും താങ്ക്സ് ട്രോളി. അപ്പം എല്ലാരും പടം കാണണം, കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോ എല്ലാ സുഹൃത്തുക്കൾക്കും, നിങ്ങളെ സുഹൃത്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേയൊക്കെ സ്വീകരിക്കാറുണ്ട്. അത് പ്രൊഡ്യൂസർക്ക് സ്വീകാര്യമാവണമെന്നില്ല, പക്ഷെ അതില് ഒരു മയം ഉണ്ടാകണം. പിന്നെ നമ്മൾ ഈ അഭിപ്രായം എഴുതുന്നതിന് മുമ്പ് യു ഹാവ് ടു തിങ്ക് ട്വൈസ്. ഞാൻ പലപ്പോഴും ഒരു പടം കണ്ടിട്ട് പെട്ടെന്ന് എനിക്കൊരു അഭിപ്രായം തോന്നും, അത് അപ്പം വിളിച്ച് പറയും. പിന്നെ രണ്ടാമത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞ അഭിപ്രായം തെറ്റല്ലേ? കാരണം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവായിക. ആ മനസ്സിലാകാത്തതിന്റെ കാരണമായിട്ട് സംവിധായകൻ അത് ഫസ്റ്റ് വ്യൂവിൽ തന്നെ അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമൊന്നുമില്ല. അതായത് അതിലൊരു ഇന്റലിജന്റ് ഒരു പൊടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ പടത്തില് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ കാണുന്ന സാഹചര്യങ്ങളുണ്ട്, നമ്മളുടെ കൂടെ കാണുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തൊരാൾ അതിനെ കുറിച്ച് മോശം പറഞ്ഞാൽ ഞാനും അത് മോശമായിട്ട് തോന്നിച്ചു പോകും. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരു പടത്തിന്റെ സക്സസിന്റെ പിന്നില്. അപ്പൊ അതായത് കൂടെ കാണുന്ന ഓഡിയൻസ് അന്ന് മോശമായിട്ട് ഒരു റിയാക്ഷൻസ്, ശ്വാസം വിടുന്ന ശബ്ദം പോലും പുറത്തേക്ക് കുറച്ച് കൂടുതൽ വിട്ട് ഒരു ഞെരുക്കം പെരുക്കൊക്കെ ഉണ്ടായാൽ തന്നെ ആ പടം ലാഗടിച്ചു പോകും. അതേ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് കണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പടത്തിന്റെ മേലെ നമുക്കൊരു മതിപ്പുണ്ടാവും. നല്ല പടമാണെന്ന് നമ്മൾ സ്വയം വിധി എഴുതും. നല്ലതും ചീത്തയൊക്കെ കുറേയൊക്കെ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സാധനത്തിന് ചീത്തയായിട്ടും കാണാൻ പറ്റും, ചീത്ത സാധനത്തിന് നന്നായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി നിലനിൽക്കണം. ഇൻഡസ്ട്രി പടങ്ങൾ ഉണ്ടാവണം, ഒരുപാട് പടങ്ങൾ റിലീസാവണം. അങ്ങനെ റിലീസായാലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തിക്കും ഇനി പടമേ ഇല്ല, പടമൊക്കെ പൊളിഞ്ഞു പോയി, എല്ലാം ഇതേമാതിരി ഔട്ട് പാസ്റ്റ് പടം എന്ന് പറഞ്ഞില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും റിവ്യൂ എഴുതാൻ പറ്റുമോ? പിന്നെ വേറെ കാര്യങ്ങളെ കുറിച്ച് എഴുതാം. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി നിങ്ങളും ഞങ്ങളും ഒക്കെ ഒറ്റ ഇൻഡസ്ട്രിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെയല്ല, വി ആർ വൺ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പടമാണിത്. സോ യു ഹാവ് ടു ഡു ദ മാക്സിമം സപ്പോർട്ട് ടു ദിസ് ഫിലിം. ദാറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇൻ മൈ 50 years എക്സ്പീരിയൻസിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ഇത് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. താങ്ക് യു.